നമസ്കാരം. നമ്മൾ ഇന്നലെ ദോഷപരിഹാരങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഭരണി നക്ഷത്രക്കാരുടെ ദോഷപരിഹാരങ്ങൾ പറയാം. അതായത് നിങ്ങൾക്ക് നക്ഷത്രം മാത്രമേ അറിവുള്ളൂ, ബാക്കിയുള്ള ഒരു ജനന വിവരങ്ങളോ ജാതകമോ ഒന്നും അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐശ്വര്യത്തിനും ജീവിത വിജയത്തിനും നിങ്ങൾ ചെയ്യേണ്ടത് കാളി മഹാകാളി എന്ന് തുടങ്ങുന്ന ഭദ്രകാളി സ്തുതി ദിവസവും ചൊല്ലുക എന്നുള്ളതാണ്. ഒരു ചൊവ്വാഴ്ച മുതൽ, അതായത് അതിൻ്റെ സ്തോത്രങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് കിട്ടും, ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ദിവസം ഒരു 18 തവണയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുമല്ലെങ്കിൽ ഒരു 9 തവണയെങ്കിലും കുറഞ്ഞത് ചൊല്ലുക. അപ്പോൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അതേപോലെ നിങ്ങൾ കഴിയുന്ന ചൊവ്വാഴ്ചകളിൽ മുരുകൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതേപോലെ നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കഴിയുന്ന പോലെ ദർശനം നടത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും. അതേപോലെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഗണപതി പ്രാർത്ഥനയോടെ തുടങ്ങുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ പ്രാർത്ഥനയാണെങ്കിലും ജീവിതത്തിലെ ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ദിവസം തുടങ്ങുന്നതും ഗണപതി ഭഗവാനെ സ്മരിച്ചാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ സ്മരിച്ച് തുടങ്ങുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇത് ഞാൻ പറഞ്ഞ ക്ഷേത്ര ദർശനം നിങ്ങൾ കഴിയുന്ന പോലെ ചെയ്താൽ മതി. കഴിയുന്ന ചൊവ്വാഴ്ചകളിലെല്ലാം മുരുകക്ഷേത്രങ്ങളിലും വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. അതുപോലെ ഭദ്രകാളി സ്തുതി ചൊല്ലുക, ഗണപതി ഭഗവാനെ എല്ലാ പ്രാർത്ഥനയ്ക്ക് മുന്നേയും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നേ സ്മരിക്കുക. ഒരു ദിവസം തുടങ്ങുമ്പോൾ ഭഗവാനെ സ്മരിച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം അനുസരിച്ച് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും.